പ്രിയദർശൻ തമ്പി സർ, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകളും അഭിപ്രായപ്പെട്ട ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ, കോടതിയുടെ സൂപ്പർവിഷനിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യത്തെ പോക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഗതി അത് പല തരത്തിലുമുള്ള സ്വാധീനങ്ങൾക്ക് വഴിപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞത് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതെങ്കിൽ പോലും അന്വേഷിക്കുന്നത് കേരള പോലീസാണ് എന്നത് ഇതിൻ്റെ നിഷ്പക്ഷതയെ സംശയിക്കുന്നത് ഇടവരുത്തുന്നു എന്നാണ്. ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞു മറ്റ് 5 പേർക്കും കിട്ടിയിരിക്കുന്ന ജാമ്യം പോലെയല്ല തന്ത്രി കണ്ഠരര്. മറ്റതൊക്കെ സ്വാഭാവിക ജാമ്യമാണെങ്കിൽ ഇത് തന്ത്രിക്ക് ജാമ്യം കൊടുത്തതിന് ചില കൃത്യമായ കാരണങ്ങൾ കോടതി ജാമ്യ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെ ഇത് മറ്റ് ജാമ്യത്തെ പോലെ പരിഗണിക്കേണ്ടതല്ല എന്ന്. ഇത് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റ ഒരു കളങ്കമാണോ, ആ വിശ്വാസ്യതയ്ക്ക് ഏറ്റ ഒരു ക്ഷതമാണോ ഈ ഉത്തരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിനെ 2 തലത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്നുള്ള അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട കാരണം, ഞാനൊരു അഭിഭാഷകനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിലാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞത് അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. കാരണം അന്വേഷണത്തിൽ ചാർജ് ഷീറ്റ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രതികൾ രക്ഷപ്പെടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ കേസിനെ മോണിറ്റർ ചെയ്യുന്ന കേരള ഹൈക്കോടതിയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ജഡ്ജും മറ്റൊരു ജഡ്ജും അടങ്ങിയ ദേവസ്വം ബെഞ്ച്, ആ ദേവസ്വം ബെഞ്ചാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആ ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ്, നിയന്ത്രണത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത്. ആ ദേവസ്വം ബെഞ്ച് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. CBI അന്വേഷണം വേണം എന്നുള്ള ഒരു മറുവാദത്തെയും അഡ്രസ്സ് ചെയ്തു. അന്ന് ആ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഹർജിക്കാരായ ഒരു ബാച്ച് ഓഫ് പെറ്റീഷൻസ് ഈ കേസ് CBIക്ക് വേണം എന്നുള്ള അതിൻ്റെ പ്രാഥമികമായ വാദം കേട്ട അവസരത്തിൽ തന്നെ കേരളത്തിൽ BJP അന്വേഷിച്ച എത്ര കേസുകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര കേസുകൾ വിജയകരമായി അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ള മറുചോദ്യമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചത്. അപ്പോൾ ഈ അന്വേഷണം നമുക്കറിയാമല്ലോ, ഈ കേരള പോലീസ് അന്വേഷിക്കുന്ന എല്ലാ കേസുകളും ശരിയല്ല എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം നമുക്കറിയാം, ഭരണഘടനയുടെ ലിസ്റ്റിൽ തന്നെ കേരളത്തിൽ ഒരു കേസുണ്ടായാൽ അത് അന്വേഷിക്കേണ്ടത് കേരള പോലീസ് തന്നെയാണ്. കാരണം എല്ലാ കേസുകളും മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. കേരളത്തിൽ ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈം അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്. അങ്ങനെ മറ്റൊരു CBI അല്ലെങ്കിൽ CBI പോലൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെങ്കിൽ കേരള പോലീസ് തന്നെ ആവശ്യപ്പെടണം ഈ കേസ് CBI അന്വേഷിക്കണം. അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ കോടതികൾ അത്തരത്തിൽ അന്വേഷണത്തിൽ മാലഫൈഡ്സ് ഉണ്ട്, അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് കോടതിക്ക് ഇടപെടാൻ കഴിയും. പല കൊലക്കേസുകളിലും അത്തരത്തിൽ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ CBIക്ക് കിട്ടിയ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് CBI തന്നെ അന്വേഷിച്ചാലേ കേസ് തെളിയിക്കപ്പെടൂ എന്നൊന്നുമില്ല. ചില കേസുകൾക്കിൻ്റെ റാംബിഫിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും CBI അന്വേഷിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്നാൽ പോലും ഈ നമ്മുടെ ആളുകൾ സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ഈ കേസിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഞാനതൊന്നും ചെറുതായി കാണുന്നില്ല. കാരണം ഇത് ശബരിമല പോലെയുള്ള ലോകമെമ്പാടുമുള്ള ആളുകളുടെ വലിയൊരു വിശ്വാസ കേന്ദ്രമാണ്. ആ വിശ്വാസ കേന്ദ്രത്തിൽ വിശ്വാസികൾ വിശ്വാസപൂർവ്വം അർപ്പിക്കുന്ന അവരുടെ ഭക്തർ അർപ്പിക്കുന്ന കാണിക്കാ ദ്രവ്യങ്ങളിലാണ് മോഷണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് മോഷണം ചെയ്തിരിക്കുന്നതെന്ന് ഇന്ന് ആരോപിക്കപ്പെട്ടവർ അതിൻ്റെ ദേവസ്വത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളുള്ളവർ, അവരെ ഒരാളിനെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട പ്രവണത, അത് വളരെ ഗൗരവമായ കാര്യമാണ്. ഗൗരവമുള്ളതാണ്. പക്ഷേ തമ്പി സാർ, എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്ത ജയിലിൽ അകപ്പെട്ടവരുടെ കാര്യത്തിൽ പോലും മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തത്? അല്ല, അത് ഇപ്പോൾ ഹൈക്കോടതി മുമ്പാകെ ഈ കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലും ഹൈക്കോടതി മുമ്പാകെ നമുക്കറിയില്ല അതിൻ്റെ കാരണങ്ങൾ. കാരണം സീൽ വെച്ച കവറിൽ ഇത് സംബന്ധിച്ചുള്ള അങ്ങിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ കേസിൻ്റെ അന്വേഷണത്തിൽ ഡീഫാൾട്ട് ബെയിലാണ്. ബെയിൽ എന്നൊക്കെ പറയുന്നത് എത്ര കഴിഞ്ഞാലും കൊടുത്തേ പറ്റൂ. ഇതുപോലുള്ള കേസുകളിലൊക്കെ എല്ലാ കാലത്തും വിചാരണ തീരുന്നവരെ ഒന്നും ഒരു പ്രതി അണ്ടർ ട്രയൽ പ്രസിഡന്റായ
ഇടാൻ കഴിയില്ല. ഇപ്പോൾ ഡീഫാൾട്ട് ബെയിൽ കിട്ടി എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ അതല്ലെങ്കിൽ പോലും ഈ കേസിൽ ഈ സീൽ വെച്ച കവറിൽ കൊടുത്ത രേഖയിൽ SIT പറഞ്ഞിട്ടുള്ളത് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കാനുള്ള കാരണം അവർ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അത്തരത്തിലുള്ള നിരീക്ഷണത്തിലെത്തിയതും. എന്നാൽ തന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജിലൻസ് കോടതി ഇത് വളരെ സുപ്രധാനമാണ്. കാരണം അത് മറ്റ് പ്രതികളെല്ലാം തന്നെ വിജിലൻസ് കോടതി മുമ്പാകെ 1ഉം 2ഉം പത്മകുമാർ ആണെങ്കിലും ശരി, മുരാരി ബാബു ആണെങ്കിലും ശരി, വാസു ആണെങ്കിലും ശരി, 1ഉം 2ഉം 3ഉം പ്രാവശ്യം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ആ ബെയിൽ ആപ്ലിക്കേഷൻ എല്ലാം മെറിറ്റിൽ കേട്ടതിന് ശേഷം ദെയർ ഇസ് പ്രൈമാ ഫേസി എവിഡൻസ്. അവരെയെല്ലാം ഈ കേസിൽ തെളിയിക്കാൻ കണക്ട് ചെയ്യാൻ പ്രൈമാ ഫേസി എവിഡൻസ് ഉണ്ട് എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തി. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ബെയിൽ ആപ്ലിക്കേഷൻ മെറിറ്റിൽ തള്ളിയതാണ്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം അതേ കോടതി തന്നെ, അതേ വിജിലൻസ് കോടതി തന്നെ, അതായത് ഹൈക്കോടതിയുമല്ല സുപ്രീം കോടതിയുമല്ല, മറ്റു പ്രതികൾ സുപ്രീം കോടതി വരെ പോയിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയ ഒരു കേസാണ്. ഭഗവാന്റെ മുതൽ കട്ടവർ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തന്നെ പ്രൈമാ ഫേസി ഈ കേസിലെ പല പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയ അവസരത്തിൽ തന്നെ ഏറ്റവും അടിസ്ഥാന കോടതിയായ വിജിലൻസ് കോടതി തന്നെ, ഈ കേസിൻ്റെ വിചാരണ കോടതി തന്നെ ഈ കേസിൽ തന്ത്രിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക നിലപാടെടുക്കുകയും ആ കേസിൽ അദ്ദേഹത്തിൻ്റെ എവിഡൻസ് പരിശോധിച്ചതിന് ശേഷം ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞത് വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ ആ തെളിവുകൾ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു SIT യുടെ ഒരു കുറ്റപത്രവുമായി പോലീസ്, നമുക്കറിയാം ഈ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ആണ് ഒരു ക്രിമിനൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ഒക്കാറിയസ് ലയബിലിറ്റി ഒന്നും ക്രിമിനൽ കേസിൽ ആപ്ലിക്കബിൾ അല്ല. ഈ പറയുന്ന പോലെ ചില ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ചില തിയറീസ് അതൊക്കെ ഒരു പൊതുവായി നമുക്ക് പറയാം. പക്ഷേ ഈ കേസിൽ പ്രധാനമായും SIT ഉദ്ദേശിച്ചത് ഈ കേസിലെ പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ പ്രൈം അക്യൂസ്ഡിനെ ഇദ്ദേഹവുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറം ഈ പ്രൈം അക്യൂസ്ഡിനെ ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഈ പ്രൈം അക്യൂസ്ഡിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിനും കൂടെ പങ്ക് കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു എവിഡൻസാണ്. അങ്ങനെ ഒരു കണക്റ്റിംഗ് ലിങ്ക് കൊണ്ടുവരാൻ അവർക്ക് പരാജയപ്പെട്ടു. ഒരു തെളിവും അത്തരത്തിൽ ഹാജരാക്കാൻ അത് മാത്രമല്ലല്ലോ. അതായത് ഇതിനകത്ത് ഈ മുഴുവൻ സംഭവങ്ങളും നടക്കാൻ കാരണം ഈ അനുജ്ഞ നൽകിയതാണ്. മഹസറിൽ ഒപ്പിടാത്തത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ താങ്കൾ പറഞ്ഞതുപോലെ പോറ്റിയുമായിട്ടുള്ള അടുത്ത ബന്ധം, പോറ്റിയെ മലയിലേക്ക് കൊണ്ടുവന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കോടതി പറയുന്നു ഇതൊന്നും അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് തന്ത്രി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഭാഗമാക്കായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസുകളാകുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് SIT അന്വേഷിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നതാണെങ്കിൽ പോലും അതൊന്നും പ്രൈമാ ഫേസി പോലും നമുക്ക് ഒറ്റ പ്രൈമാ ഫേസി നിലനിൽക്കുന്നതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ അനിഷ്ട കൊടുത്തു, ഭഗവാന്റെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പ്രോസിക്യൂഷൻ ആരോപിക്കാം. പ്രോസിക്യൂഷൻ എന്ത് ആരോപണങ്ങൾ പോലും ഉന്നയിക്കാം, പക്ഷെ നിലനിൽക്കില്ല. പക്ഷേ ഈ അവസാനം പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ സൂചിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വേണമെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു അലിഗേഷൻ പോലും അനുജ്ഞയുടെ കാര്യമൊക്കെ ഈ കേസിൽ വളരെ സാങ്കത്യമുള്ളതായി മാറുന്നത് ആ ഒരു ഒറ്റ തീരുമാനത്തിന്റെ പുറത്താണ്. പിന്നീട് ബാക്കി ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് സ്ഥാപിക്കാനായിരുന്നു SIT ശ്രമിച്ചത്, പ്രോസിക്യൂഷൻ ശ്രമിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അവിടെയാണ് കോടതി പറഞ്ഞത് ഇതിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഒരു ഹയറാർക്കി തന്നെ അവിടെ ബോർഡിലുണ്ട്. അല്ലാതെ പൂജാകർമ്മങ്ങൾക്കും മറ്റ് അനുഷ്ഠാന കാര്യങ്ങളിലും താന്ത്രിക കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടുന്ന തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ചല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കോടതിക്ക് പറയേണ്ടി വന്നത് അതുകൊണ്ടുകൂടിയല്ലേ തമ്പി സാർ? തീർച്ചയായിട്ടും. അതായത് ഈ രണ്ടായിട്ട് നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ രണ്ടായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും ഭരണപരമായ വിങ്ങും അതുപോലെ പൂജാപരമായ ആചാരങ്ങളും എല്ലാം രണ്ട് സെപ്പറേറ്റ് വിങ്ങാണ്. അതെല്ലാം നമുക്കറിയാം. പക്ഷേ സ്വാഭാവികമായും ഒരു പ്രതിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾ പല കേസുകളിലും പോലീസ് തെളിവുകൾ ഉണ്ടാക്കാം, പല കേസുകളിൽ അവർക്ക് തെളിവുകൾ കൊണ്ടുവരും. പക്ഷേ ഈ കേസിൽ തെളിവുകൾ ഉണ്ടാക്കാനോ തെളിവുകൾ കൊണ്ടുവരാനോ ഒന്നും കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ വിചാരണ കോടതി തന്നെ, സുപ്രീം കോടതി പോലും കോയക്യൂസ്ഡിൻ്റെ ജാമ്യം തള്ളിയ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിലെ അതേ കേസിലെ തന്നെ കോയക്യൂസ്ഡിന് സുപ്രീം കോടതി പോലും ജാമ്യം തള്ളിയ ഒരു കേസിൽ, ആ കേസിലെ തന്നെ ഒരു പ്രതിക്ക് പ്രോസിക്യൂഷൻ ശക്തമായി ജാമ്യാതി ഹർജിയെ എതിർത്തിട്ട് പോലും
വളരെ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ട് പോലും 41 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രതിക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ തന്ത്രിക്ക് ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ കോടതിക്ക് അത് പ്രൈമ ഫെസി യാതൊരു മെറ്റീരിയൽസും അദ്ദേഹത്തെ കണക്ട് ചെയ്യാനില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.